നമസ്കാരം. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന ഇറ്റാലിയൻ നാവികർക്ക് സുഖസുന്ദരമായി നാട്ടിലേക്ക് മടങ്ങാൻ പട്ടുപാതയൊരുക്കിയവർ ഖത്തറിൽ കുടുങ്ങിയ ഇന്ത്യൻ നാവികരെ രക്ഷിച്ചെന്ന് പറഞ്ഞ് തള്ളിയപ്പോൾ പാളയത്തിൽ നിന്ന് തന്നെ ഒരു തിരിച്ചടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി ജയശങ്കറും കരുതി കാണില്ല. ജയിൽ മോചിതരായ ഉദ്യോഗസ്ഥർ നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ BJP നേതാവും മുൻ രാജ്യസഭാ MP-യുമായ സുബ്രഹ്മണ്യം സ്വാമി എക്സിൽ പങ്കുവച്ച പോസ്റ്റാണ് മോചനത്തിന് പിന്നിൽ ഹിന്ദി സൂപ്പർ താരം ഷാറൂഖ് ഖാനാണ് എന്ന വാർത്ത പുറത്തുവിട്ടത്. പ്രധാനമന്ത്രി ഖത്തറും UAE-യും സന്ദർശിക്കുന്നത് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെയായിരുന്നു സുബ്രഹ്മണ്യം സ്വാമിയുടെ കമന്റ്. അതോടെ ഖത്തറിൽ തടവിലായ മുൻ നേവി ഉദ്യോഗസ്ഥരുടെ മോചനത്തിനായി ഇടപെട്ടുവെന്ന വാർത്തകൾ നിഷേധിച്ച് ബോളിവുഡ് സൂപ്പർ താരം ഷാറൂഖ് ഖാൻ രംഗത്തെത്തി. ചാരവൃത്തി ആരോപിച്ച് പിടിയിലായതിന് പിന്നാലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 ഇന്ത്യക്കാരുടെ മോചനത്തിൽ തനിക്ക് പങ്കുണ്ടെന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നാണ് ഷാറൂഖ് ഖാന്റെ മാനേജർ വ്യക്തമാക്കിയത്. ഷാരൂഖിന് പങ്കുണ്ടെന്ന വാദങ്ങൾ തള്ളിക്കളയുന്നുവെന്നാണ് മാനേജർ പൂജ ദദ്ലാനി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ മോചനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യൻ സർക്കാർ മാത്രമാണെന്നും പൂജ കൂട്ടിച്ചേർത്തു. ഖത്തറിൽ നിന്നുള്ള ഇന്ത്യയുടെ നാവിക ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചതിൽ ഷാറൂഖ് ഖാന്റെ പങ്കിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെക്കുറിച്ച് ഷാറൂഖ് ഖാന്റെ ഓഫീസ് പുറത്തുവിട്ട വിശദീകരണ കുറിപ്പിൽ ഇപ്രകാരമാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഷാറൂഖ് ഖാന്റെ ഇടപെടലിനെക്കുറിച്ചുള്ള അത്തരം വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ വിജയകരമായ നടപടിയുടെ നിർവഹണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഈ വിഷയത്തിലെ ഷാരൂഖിന്റെ പങ്കാളിത്തം അസന്നിഗ്ധമായി നിഷേധിക്കുന്നു എന്നൊക്കെയാണ് മാനേജർ പൂജ ദദ്ലാനി പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നത്. നയതന്ത്രവും ഭരണപരവുമായ കാര്യങ്ങൾ യോഗ്യരായ നേതാക്കളാണ് നടപ്പിലാക്കുന്നത്. മുൻ നാവിക ഉദ്യോഗസ്ഥർ സുരക്ഷിതരായി തിരിച്ചെത്തിയതിൽ മറ്റെല്ലാവരെയും പോലെ ഷാരൂഖും സന്തോഷവാനാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും പ്രസ്താവനയിൽ തുടർന്ന് പറയുന്നുണ്ട്. ഖത്തർ ഷെയ്ഖുമാരിൽ സ്വാധീനം ചെലുത്തുന്നതിൽ വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും പരാജയപ്പെട്ടപ്പോൾ വിലയേറിയ ഒത്തുതീർപ്പിലൂടെ നമ്മുടെ നാവികരെ മോചിപ്പിക്കാൻ ഇടപെട്ട സിനിമാ താരം ഷാറൂഖ് ഖാനെയും മോദി ഖത്തർ സന്ദർശനത്തിൽ കൂടെ കൂട്ടണം എന്നായിരുന്നു സുബ്രഹ്മണ്യം സ്വാമിയുടെ കമന്റ്. അതേസമയം ഷാറൂഖ് ഖാൻ കഴിഞ്ഞ ദിവസം ദോഹ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഖത്തറിലെത്തിയ അദ്ദേഹം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഏഷ്യ കപ്പ് ഫുട്ബോൾ ഫൈനലിൽ വിശിഷ്ടാതിഥിയായി എത്തിയ താരം ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുമായും കൂടിക്കാഴ്ച നടത്തി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തീയില്ലാതെ പുകയുണ്ടാവില്ല എന്നാണ് ഖത്തറിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സുബ്രഹ്മണ്യം സ്വാമിയെ പോലൊരാൾ ഇത്തരമൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിലൽപ്പം കഴമ്പുണ്ടാകും എന്നു തന്നെയാണ് പലരും കണക്കാക്കുന്നത്. ഷാരൂഖും ഖത്തർ ഭരണാധികാരിയുമായുള്ള ബന്ധം വിദേശകാര്യ വകുപ്പ് ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് പലരും ചോദിക്കുന്നത്. അഥവാ അങ്ങനെയൊരു സഹായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഷാറൂഖ് ഖാൻ തന്നെയും തള്ളിക്കളഞ്ഞതാണ് ഏവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി സുബ്രഹ്മണ്യം സ്വാമി തന്നെ രംഗത്ത് വരുമോ എന്ന് കാത്തിരുന്ന് കാണാം.